ഇവളീ ജോലിക്ക് പോണാറ മനുഷ്യന് സമാധാനം കിട്ടണല്ലോ. ചായ ചായ എന്താ നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് വന്നിട്ട് ചായ കുടിക്കുന്ന പതിവില്ലേ? അതിന് നിങ്ങളുടെ തനി സ്വരൂപം അറിയുന്നവരെ ഞാനായിരുന്നു നിങ്ങൾക്ക് ചായ വന്നോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അമ്മ ഉണ്ടായിരുന്നപ്പോ അമ്മയും. ഇതിനകത്ത് നീ എന്താടി കലക്കിയാക്കണത്? ഞാൻ കുടിച്ചു, എനിക്കൊന്നും പറ്റിയിട്ടുമില്ല. എന്നാ കുടിച്ചോ. ഒന്ന് പോഴയാണ്, നീ കുടിച്ചതിന്റെ ബാക്കി കുടിക്കാനുള്ള എന്റെ ജോലി. ആഹാ, നിങ്ങൾ ഞാൻ കഴിച്ചതിന്റെ ബാക്കി ഇതുവരെ കഴിച്ചിട്ടില്ലേ? എന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ ഒന്നിച്ച് ഒരു പാത്രത്തിൽ നിന്നായിരുന്നല്ലോ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ എന്താ ഒരു പുതുക്കം? ഇറങ്ങടി, ഇറങ്ങി 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 പോ ചെല്ല്. എന്താ ഇറങ്ങടി, ഇറങ്ങി 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 പുറത്തിറങ്ങാൻ. എന്തിവിടെ നിങ്ങൾ വീണ്ടും തുടങ്ങിയോ? ഇല്ല മാളു. മാളു, നിന്റെ അമ്മ എന്റെ റൂമിലോട്ട് വരുന്ന എനിക്ക് ഇഷ്ടമല്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ആ, ഇവളോടും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടും മുറിയിൽ നിന്ന് സ്വയം ഇറങ്ങിപ്പോയിട്ടും നാണമില്ലാണ്ട് വീണ്ടും കയറി വന്നേക്കാണ്. ആ, എനിക്ക് കുറച്ച് നാണം കുറവാ. ഞാൻ ഈ മുറിയിൽ തന്നെ ഉറങ്ങാൻ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കിടക്കാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ താഴെ പോയി കിടന്നോ. എത്ര ദിവസം കിടക്കുമെന്ന് കാണാലോ. എന്തൊരു കഷ്ടമാണത്. ഒരു സ്വൈര്യം തരില്ലെന്ന് വെച്ചാ. അമ്മ അമ്മ അച്ഛനായിട്ട് കോംപ്രമൈസ് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അമ്മ അച്ഛന്റെ പുറകെ നടക്കുവാണോ? എന്താ സംഭവം? ഇങ്ങനെ കെട്ടിപ്പോയില്ലേ, ഒരവസരവും കൂടെ കൊടുക്കാന്നങ്ങ് തോന്നി. എന്നാ എന്നോടും കൂടി പറയണ്ടേ, ഞാൻ സപ്പോർട്ട് ചെയ്യില്ലേ? കുഴപ്പമൊന്നുമില്ലടാ, അമ്മ ചെറിയ കൽപ്പില്ല. പക്ഷെ സീനില്ല, നീ അടുത്തൊരു പ്ലാൻ ചെയ്തോ. അതിനിടയ്ക്ക് വെല്ലുമിച്ച് മരിച്ചോയില്ലേ, അതാ അത് ഞാൻ വരാത്തതിന്റെ ദേഷ്യ. അമ്പലമണി, അവിടെ ഇന്ത്യക്ക് അകത്തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് പുറത്തു നോക്കാലോ. അമ്പലമണി, എടാ ഞാൻ പിന്നെ വിളിക്കാം. എന്താണ്? എന്ത്? നീ എന്തെന്നെ വിളിച്ചല്ലോ? ഇല്ല, ഞാനൊന്നും വിളിച്ചില്ലല്ലോ. നീ എന്തെന്നെ കളിയാക്കണ പോലെ തോന്നിയല്ലോ. ഏയ് ഇല്ല, അത് തോന്നിയതായിരിക്കും. നീ എന്നെ അമ്പലമണിന്ന് വിളിച്ചില്ലേ? ഏയ് അതെ, അമ്പലത്തിൽ പോകുമ്പോ മണിയടിക്കാൻ മറക്കണ്ടാന്ന് പറഞ്ഞതാ. അമ്പലമണി, എന്താ നിന്റെ പ്രശ്നം? കൈവിട്. നീ ആരുടെ അമ്പലമണി വിളിക്കുന്ന? ഓ അത് ഈ ജയിലിൽ പോകുമ്പോഴേ നടയടിന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ അമ്പലത്തിന്റെ മുന്നിൽ ഒരു മണി കെട്ടി തൂക്കിയിട്ടുണ്ടാവും. ഒരു കാര്യമില്ലെങ്കിലും വെറുതെ അടിക്കാൻ വേണ്ടി. അതിന് താനും അതുപോലെയല്ലേ, വീട്ടിൽ വന്ന് കേറിയപ്പോ തന്നെ നടയടി തന്നല്ലേ കേറ്റിയത്. നടയടിന്ന് വിളിച്ചിട്ടേ ഒരു ഗുമ്മില്ല. തനിക്ക് കറക്റ്റ് ചേരുന്നത് അമ്പലമണിന്നാ. ആർക്കെപ്പ വേണമെങ്കിലും അടിക്കാലോ. എടോ, ഇത്രയും വളർന്നിട്ടും തന്റെ മമ്മി തന്നെ തല്ലിയല്ലോ. കഷ്ടം. പിന്നെ താടി ഉള്ളോണ്ട് പാടറിയൂല. പ്രകാശ, തമാശയൊക്കെ വിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നത് കുഴപ്പമില്ല. ഇത് ഫുൾ ടൈം ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നതല്ലേ? ശരിയാണല്ലേ, ഞാനും ശ്രദ്ധിച്ച്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് നല്ലതായിരിക്കും. മായമ്മയെ പേടിച്ചിട്ട് ഒട്ടായതാ. മഴ ചാറുന്ന കണ്ട ആർക്കെങ്കിലും ഈ ഡ്രസ് ഒന്ന് എടുത്ത് അകത്തിട്ടൂടെ? നമ്മളിവിടെ ഇരിക്കുന്ന പോലും ശ്രദ്ധിച്ചില്ല. നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അഞ്ജു, നീ ഒന്ന് വന്ന് എവിടെ ഇരുന്നേ? എന്താ പ്രകാശേട്ടാ? അഞ്ജു, നമ്മൾ പുറത്തു പോയിട്ട് കുറച്ച് ദിവസമായില്ലേ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വന്നാലോ? നിങ്ങളൊന്ന് പോയേ, മനുഷ്യനോട് 100 കൂട്ടം പണിയുണ്ട്. നമ്മൾ 3 പേരും കൂടി പുറത്തു പോയിട്ട് കുറെ നാളായില്ലേ? ശരിയല്ലേ? പക്ഷെ നമ്മൾ എവിടെ പോവും? അത് നമുക്ക് പോകുന്ന വഴിക്ക് തീരുമാനിക്കാന്ന്. എന്നാ ഓക്കെ. എന്തായാലും ഇവിടുത്തെ വട്ടുകൂട്ടങ്ങളുടെ ഇടയിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നത് നല്ലതാ. വളരെ നല്ലതാ. എന്നാ പോവാ, ഞാനൊന്ന് വരാട്ടോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ടൂർ പോവാൻ പോന്നാ? എടി മണ്ടൂസേ,
ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവള് വരുമോ? ഇതാകുമ്പോൾ ട്രിപ്പാന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുപോവാം. എങ്ങനെയുണ്ട്? നീ പോവാൻ റെഡി ആയിക്കോ. മാളു നീ ഫുഡ് കഴിക്കണല്ലേ? ഞാൻ കഴിച്ചത് അച്ഛാ, വയറങ്ങാം. അമ്മ, അച്ഛാ പോകുന്ന വഴിക്കേ നമുക്ക് അമ്മയും കൂടെ ഡ്രോപ്പ് ചെയ്താലോ? എനിക്കൊന്നും പറ്റൊന്നുമില്ല, വേണമെങ്കിൽ തനിയെ പോക്കോട്ടെ. ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്ത ജോലിക്ക് പോയതും പോരാ, ഇനി ഞാൻ കൊണ്ടാക്കണോ? ഞാൻ തനിയെ പൊക്കോളാം മാളു. അമ്മ അച്ഛൻ കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ വന്നോളാം. അച്ഛൻ പൊയ്ക്കോ. മാളു നിന്നെ ഞാനല്ലേ എല്ലാ ദിവസവും കൊണ്ടുവിടുന്നത്. അമ്മയും കൂടെ വരുവാണെങ്കിൽ ഞാൻ അച്ഛൻ്റെ കൂടെ വരാം. അല്ലെങ്കിൽ അച്ഛൻ പൊയ്ക്കോ, ഞങ്ങൾ ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം. എന്ത് കഷ്ടമാണിത്. എന്നാ വാ. ആഹാ, ജോലിക്ക് പോവായിരിക്കും അല്ലേ? ഞാൻ സ്കൂളിൽ പോവാ. നീ സ്കൂളിൽ പോയിക്കോ. നിന്റെ അമ്മയെ സ്കൂളിലേക്ക് പോകണോ? അല്ല, അമ്മ ജോലിക്ക് പോവാ. അച്ഛനമ്മയെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യും. എന്നാ വാ മോനേട്ടാ, ഓഫീസിൽ പോകാൻ ലേറ്റ് ആയി. അവിടെ കൈക്കൂലി തരാൻ കോൺട്രാക്ടർമാർ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. പോവാ, വാ മോളെ, വാ. ആവണി കളിയാക്കി ചിരിച്ചാണല്ലേ? ആ മാളു, അവളും കളിയാക്കി ചിരിച്ചതാ. ആയിരിക്കില്ലെന്ന്. മാളുവിന് മായ അച്ഛമ്മയുടെ സ്ഥാനത്തല്ലേ, അതിന്റെ ഒരു സ്നേഹം കാണിക്കുന്ന ചിരി തന്നെയായിരിക്കും. അതെ, അച്ചമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിരിക്കുന്നതും കളിയാക്കി ചിരിക്കുന്നതേ ഈ രണ്ടിന്റെ വ്യത്യാസം എനിക്ക് മനസ്സിലാവും. ഇത് വെറും തോന്നലാണ് മായ. അത് നിങ്ങൾക്ക് മാത്രമാണ് വെറും തോന്നല്. ആ മോഹനെയും അവൾ അവളുടെ പാട്ടിലാക്കി. അവളെ ജോലി സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോണെന്ന്. ഇതൊക്കെ എന്നെ വെല്ലുവിളിക്കാൻ തുല്യമല്ലേ? എന്താ നിങ്ങക്ക് പറയാനൊന്നുമില്ലേ? അവളെ മുഖത്തെ ചിരി ഞാൻ മാറ്റിക്കൊടുക്കാം. വിടറി, എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ ഉദ്ദേശം എന്താന്ന്? എന്തുദ്ദേശം? എനിക്ക് ജോലിക്ക് പോണ്ടേ? സമയമായില്ലേ? നീ വാടി. ഹാ, എനിക്ക് മനസ്സിലായടി, നിനക്ക് മായയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റണില്ല, പേടി. മോളെ, എന്തായാലും നിന്റെ ജോലി മായ കളയും. അത് പേടിച്ച് നീ എന്നെ കൂടെ കൂട്ടാനുള്ള പരിപാടി അല്ലേ? അതൊന്നും അല്ല, അച്ഛൻ വെറുതെ ഓരോന്ന് പറയല്ലേ. മാളു, നീ കൊച്ചു കുട്ടിയാണ്, നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്റെ ഒരു ഉദ്ദേശം ഇവിടെ നടക്കാൻ പോകുന്നില്ല അവണി. മാളു, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. വെറുതെ സംസാരിച്ചു നിന്നാ നീയും വൈകും. ഹൃദയം എന്തിനാ? അങ്ങനെ ഇപ്പൊ അമ്മ മാത്രം ഒറ്റയ്ക്ക് പോകണ്ട, നമുക്ക് ഒരുമിച്ച് പോയാൽ മതി. ഒന്നിച്ചു പോയാൽ എന്നെ കിട്ടില്ല. നിനക്ക് പോകണമെന്നാണെങ്കിൽ നീ നിന്റെ അമ്മയുടെ കൂടെ പോ. മാളു നീ കേറ്. ഞാൻ പറഞ്ഞില്ലേ, അമ്മയില്ല ഞാൻ വരില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, കേറാൻ. മാളു നീ ഫ്രണ്ടിൽ കയറി. സാരിയില്ല അച്ഛാ, അമ്മ ഫ്രണ്ടിൽ കയറിക്കോട്ടെ. അമ്മ പ്രഗ്നന്റ് അല്ലേ? ഓഹോ, അപ്പോ അവനെയും അവൾ അവളുടെ പക്ഷത്താക്കി. ഇതിങ്ങനെ വിട്ടാ ശരിയാണ്. ആ ദേവുട്ടി, നീ എങ്ങോട്ടാ? അമ്മേനെ വെറുതെ പുറത്തു പോണതാ. അതിന് നിങ്ങളെന്തിനാ അവളുടെ വാവുത്തിയെ? വെറുതെ. വെറുതെയാ? മോൾ എന്തോ പറയാൻ വന്നില്ലേ? ഓ എന്നോ മറ്റോ പറഞ്ഞല്ലോ. ഹോളിഡേ എന്ന് പറയാൻ വന്നതാ. ഹോളിഡേ ആഘോഷിക്കാൻ വന്നത്. അപ്പളാ പ്രകാശം വായി പൊത്തിയത് അല്ലേ അച്ഛാ? അതെ,
അതെ ഹോളിഡേ. അതിന് ഹോളിഡേ അല്ലല്ലോ. നീ സമയങ്ങളേത് വന്നേഞ്ചു? ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെയാണ്. ഇല്ല, സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഞാൻ വരും. ഇവിടെ ഒരു മരണം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ മദറിൻലോ സുഖമില്ലാണ്ട് മരിച്ചതാ. നിനക്ക് എന്താണ്? എടി ഞാനിപ്പോ വിളിക്കാവേ. ഡീന, നിനക്ക് എന്താടാ? നീ കൊറേ നേരം തുടങ്ങിയിട്ട് എന്താ നിന്റെ പ്രശ്നം? നീ പോടാ അമ്പലമണി. പോത്ത് പോലെ വളർന്നിട്ടും അമ്മയുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങി നടക്കുന്നവനല്ലേ നീ. നീ മര്യാദക്ക് സംസാരിച്ചോട്ടാ, എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട്. അതന്നെ എനിക്കും പറയാനുള്ളത്. നീ പോടാ അമ്പലമണി. അർജുൻ, എന്താ ഇവിടെ നടക്കണത്? എന്താ കാര്യം? മമ്മി ഇവിടെ കൊറേ നേരം തുടങ്ങിയിട്ട്. എന്താടി നിന്റെ പ്രശ്നം? ചോദിച്ചു കേട്ടില്ലേ എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങളുടെ മോനോട് പറയണം എന്നെ കയറി എടി പൊടിന്ന് വിളിക്കരുതെന്ന്. വിളിച്ച ഞാനും തിരിച്ചു വിളിക്കും. അർജുൻ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ പിന്നെ കൾച്ചർ ഇല്ലാത്തവരോട് സംസാരിക്കാൻ പോവല്ലോ. കൾച്ചർ ഇല്ലാത്തവളെന്നാ? പിന്നെ നിങ്ങൾക്ക് ഭയങ്കര കൾച്ചറാണല്ലോ. എല്ലാരും നോക്കി നിൽക്കെ പന പോലെ വളർന്ന് ഇവനെ തല്ലിയ നിങ്ങൾക്ക് ഭയങ്കര കൾച്ചറാണ്. എടാ, നീ ഇവരുടെ അമ്പലമണി തന്നെയാ. ഇവർക്ക് എപ്പോഴൊക്കെ അടിക്കാൻ തോന്നുന്നോ അപ്പോഴൊക്കെ അടിക്കും. നിന്റെ വിധി നീ സഹിച്ചോ. അതിന് എന്റെ മെക്കിട്ടെങ്ങാനും കേറാൻ വന്നാ എനിക്ക് വായി തോന്നിയതൊക്കെ ഞാൻ പറയും. പിന്നെ പറഞ്ഞില്ല എന്ന് രണ്ടാളും പറയരുത്. ഞാൻ എന്റെ മോനെ തല്ലും കൊല്ലും. അത് ചോദിക്കാൻ നീ ആരടി? പിന്നെ നീയും നിന്റെ ചേച്ചിയും കൂടെ എന്നെ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. അതിന്റെ ഭവിഷ്യത്ത് എന്താന്ന് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യ്. ജോലി കളയുന്നോ പേടിപ്പിക്കുന്നോ ഒക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങ് ചെയ്യ്. ചെയ്യൂടി. നീ കാണാൻ പോകുന്നേ ഉള്ളൂ ഈ മായാവതി ആരാണ്. അർജുൻ, നിന്റെ കാര്യം നോക്കി പോയേ. അമ്പലമണി, ഒറ്റയടിക്ക് ജോലി കളയണ്ട. അവള് പേടിക്കണം. എന്തു വേണമെന്ന് വെച്ചാൽ ചെയ്തോളൂ. പേടിച്ച് മറ്റു വഴിയില്ലാതെ അവൾ എൻ്റെ മുന്നിൽ വന്ന് കരയണം, കരഞ്ഞ് യാചിക്കണം. ഒരു ദിവസം പോലും സമാധാനമായി അവൾ ജോലി ചെയ്യരുത്. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരും, എന്തും. അറിയാലോ, ഇത് എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നം. കിഷോർ, എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എങ്ങനെയാണോ എന്തോ എൻ്റെ ചേച്ചി ഇവിടെ ജീവിച്ചിരുന്നത്. എല്ലാരും കൂടി എൻ്റെ ചേച്ചിയെ പന്ത് തട്ടി നമ്മൾ തട്ടിക്കാണോ? അങ്ങനെ ഒന്നുമില്ല. ഇത് നിനക്ക് പണ്ട് മുതലുള്ള പ്രശ്നമാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി, അതിനാലോചിച്ച് പെരുപ്പിച്ച് വലിയൊരു കാര്യമായിട്ട് മാറ്റും. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. എന്ത് വേണോന്ന് എനിക്കറിയാം. നീ ആരെയാ വിളിച്ചത്? അറിഞ്ഞിട്ടെന്താ? പറ. ആമണിയുടെ ഓഫീസിലെ ഹെഡിന്. എന്തിന്? അവള് സമാധാനമായിട്ട് ജോലി ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. അയാൾ കൊടുക്കുന്ന ടോർച്ചറിലെ ആവണി ഇറങ്ങി അങ്ങ് ഓടും. അവക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം അവൾ പ്രൊബേഷൻ പീരീഡിലാണ്. സസ്പെൻഷനും എൻക്വയറി ഒന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ് ഡിസ്മിസിലായിരിക്കും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഐഡിയ ഒക്കെ കൊള്ളാം. ഞാൻ കാര്യം ചോദിക്കട്ടെ? എന്താണാവോ? യശോദമ്മയ്ക്ക് ആവണി ഇഷ്ടമില്ലായിരുന്നു. ഓക്കെ, സമ്മതിച്ചു.
ആവണി യശോദമ്മയെ ദ്രോഹിച്ചു എന്ന് നീ വിശ്വസിക്കുന്നു, അതും സമ്മതിച്ചു. പക്ഷെ ആവണിയുടെ വയറ്റിൽ വളരുന്നത് ഈ വീട്ടിലെ കുഞ്ഞല്ലേ, മാളിയേക്കൽ തറവാട്ടിലെ കുഞ്ഞല്ലേ. അപ്പൊ അതിനോട് നിനക്ക് യാതൊരു ഇഷ്ടമില്ലേ? ആ കുഞ്ഞിനെ ദ്രോഹിക്കണം. ആവണിയെ നീ ഓരോ വട്ടം ദ്രോഹിക്കുമ്പോൾ അത് ആ കുഞ്ഞിനെയും ബാധിക്കും അല്ലേ? ഇനിയും നിനക്ക് ആവണിയെ ദ്രോഹിക്കണം എന്നുണ്ടെങ്കിൽ ആയിക്കോ, ഞാൻ വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഒന്ന് ചിന്തിക്കേ. ഞാൻ കാണിച്ചു തരാം. കുഴപ്പാവോ പ്രകാശ? നിന്റെ ഒരു ഐഡിയ. ഇപ്പൊ എന്റെ തലയിലായ. നീ വാ, നമുക്ക് ഹാൻഡിൽ ചെയ്യാം. നൊട്ടേ, എനിക്കല്ല, നിങ്ങളെ കുഞ്ഞപ്പയ്ക്കാം. എന്നെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോയല്ലേ? നീ അതിന് കൂട്ടുന്നല്ലേ? അല്ല, അത് പിന്നെ അമ്മ എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുമ്പോ ഡോക്ടറിന്റെ അടുത്ത് കാണിക്കണ്ടേ? ഒന്ന് പോടി അവിടുന്ന്. നിങ്ങളുടെ കുഞ്ഞമ്മ ഒറ്റയെടുത്ത കാരണ എനിക്ക് ഗതി വന്നത്. ഇവിടുത്തെ അമ്മ എന്നെ പൊന്നു പോലെ നോക്കിയതാ. ഒരു മായമ്മ വന്നിരിക്കുന്നു. ഷോക്ക് അടിപ്പിക്കണമെങ്കിൽ അവരെ കൊണ്ടുപോയി അടുപ്പിക്കും. അവരെ ഭർത്താവിനെ ഏറെ നിർത്തുന്നു, എന്റെ കഴുത്തിലിട്ട് പിടിക്കുന്നു, മോനെ ചെകിടത്തടിക്കുന്നു. ഭ്രാന്തേ അവർക്കാണ്, അവർക്ക്. രണ്ടിനെ എന്റെ കൺമുന്നെ കണ്ടുപോരുത്. പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ പ്രകാശ? നിനക്കിതൊന്നും കണ്ടിട്ടൊന്നും തോന്നിയില്ല? കിഷോർ പറഞ്ഞതിൽ എന്തെങ്കിലും ശക്തി ഉണ്ടാവും? ചേച്ചിക്ക് ആവണിയുടെ കൊച്ചിനോട് ഇഷ്ടം ഉണ്ടായിരുന്നോ? കൺഫ്യൂഷൻ ആയല്ലോ. ആവണി, നിന്നൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടായി. എന്താ മാഡം? എന്താ മാഡമെന്നോ? അതും മറന്നുപോയോ? നിന്നെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ സർക്കാർ ജോലി. കെട്ടിയൊരുങ്ങി ഇങ്ങോട്ട് വരാൻ ഒരു മടിയില്ലല്ലോ. പറഞ്ഞ ജോലി ചെയ്യാനാണോ ബുദ്ധിമുട്ട്? ഇനി നമ്മളും കൈക്കൂലി കൊടുത്താലേ ജോലി ചെയ്യുള്ളൂ എന്നാണോ മാഡം? മാഡം, എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ ഞാൻ നിന്നോട് കള്ളം പറയുന്നാണോ? ചിലപ്പോ ആയിരിക്കും. നിങ്ങളൊക്കെ ആരുടെ താളത്തിനെത്താ തുള്ളുന്നതെന്ന് എനിക്കറിയാം. നിർത്തടി. ഇന്നലെ വന്ന നീ എന്നെ ഭരിക്കാറായോ? ജോലിയൊന്നുമില്ലാണ്ട് വീട്ടിലിരിക്കും, പറഞ്ഞേക്കാം. ഹലോ. അതെ, ആവണി ഇപ്പൊ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യട്ടെ. ആ, എന്തു പറ്റി മാഡം? ഇപ്പൊ അവളെ ശല്യപ്പെടുത്തണ്ട, പിന്നീട് ഞാൻ പറയാം. ശരി ശരി. ആവണി ജോലി ചെയ്തോളൂ. അല്ല മാഡം, നേരത്തെ എന്ത് വർക്കിന്റെ കാര്യമാണ് പറഞ്ഞത്? അതെനിക്ക് തെറ്റിപ്പോയതാ. ഇയാൾ ജോലി ചെയ്തു. അതെ, ഈ ആവണി ജോലിക്ക് പോകുന്നത് യശോദമ്മക്ക് ഇഷ്ടമല്ലെന്നല്ലേ നീ പറഞ്ഞത്? അതെ. എന്നിട്ട് നീ തന്നെയല്ലേ അവളെ കൂട്ടി ജോലിക്ക് പോയത്? ഇത് തന്നെയാണ് അവളുടെ ലക്ഷ്യം. അവളായിട്ടൊന്നും ചെയ്യില്ല, അവള് മാളൂനെ കൊണ്ട് ചെയ്യിക്കത്തേ ഉള്ളൂ.
മാളുവിന് വിഷമം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ലെന്നുള്ള കാര്യം അവൾക്കറിയാം. മാളു ആവണില്ലാതെ വരില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു. പിന്നെ ഞാൻ നിന്നെ കാണാൻ വന്നത് വേറൊരു കാര്യം ചോദിക്കാനായിരുന്നു. ആവണിയെ യശോദമ്മക്ക് ഇഷ്ടമായിരുന്നോ? അല്ല. ആവണി ജോലിക്ക് പോകുന്നത് ചേച്ചിക്ക് ഇഷ്ടമായിരുന്നോ? അല്ല. അപ്പോ ആവണിയുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനെയോ? ആ കുഞ്ഞിനെ ചേച്ചിക്ക് ഇഷ്ടമായിരുന്നോ? പറ മോഹന, ആ കുഞ്ഞിന് ചേച്ചിക്ക് ഇഷ്ടമായിരുന്നോ? ഇവിടുത്തെ അമ്മയ്ക്ക് ഏടത്തിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇഷ്ടമായിരുന്നില്ല മായമ്മ.